ഹായ് ഫ്രണ്ട്സ്, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് എന്തായി നോക്കാം. ഫസ്റ്റ് തന്നെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ചന്ദ്ര പറയാണ് സച്ചിയോട്, അവൻ്റെ വൈരാഗ്യത്തിന് കാരണം തന്നെ അന്നത്തെ ആ സംഭവമല്ലേ. എന്നിട്ടും ഇവൾ സത്യം പറയാതെ മൂടി വെച്ചു. കൊള്ളാം ചന്ദ്ര, നിൻ്റെ ഈ എരിയേറ്റുന്ന വർത്താനം ഒന്ന് നിർത്ത്. അവൻ ചുമ്മാതെ കിടന്ന് ആടുക, അതിൻ്റെ ഇടയിൽ നീ അവൻ്റെ കാലിന് ചിലങ്കേട്ടി കൊടുക്കുക. സച്ചി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പേര് ഇവിടെ വഴക്കടിക്കരുത്. ഇത് എങ്ങനെ വിടും അച്ഛാ? അപ്പോഴാണ് രേവതിയുടെ അനിയത്തി ദേവുവും അമ്മയും വരുന്നത് അവിടേക്ക്. അപ്പോൾ അവർ പറയാണ്, മോൻ്റെ കാർ ഇവിടെ കിടപ്പുണ്ട്, സച്ചി മോൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവർ കയറി വരുമ്പോൾ തന്നെ കേൾക്കുന്നത് സച്ചിയുടെ ഒച്ചപ്പാടാണ്. അപ്പോൾ സച്ചി പറയാണ്, വിടാൻ മാത്രം അത്ര ചെറിയ തെറ്റാണോ ഇവൾ ചെയ്തത്? എത്ര കാശ് എനിക്ക് നഷ്ടമെന്നൊന്ന് അച്ഛൻ അറിയാവുന്ന കാര്യമല്ലേ. കടം തീർക്കാനായി രാത്രിയും പകലും വാടകക്കാർ ഓടിക്കാൻ ഒന്നും എവിടെ എത്തുന്നില്ല. അന്ന് ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഗജാനന്ദനെ കൊന്നിട്ട് ജയിലിൽ പോയിരിക്കുന്നുണ്ടാവും ഇപ്പോൾ. അപ്പോൾ സച്ചി പറയാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നീ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ? മര്യാദയ്ക്ക് കാറോടിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞവനായിരുന്നു ഞാൻ. എല്ലാവരും കൂടി ചേർന്ന് എന്നെ പിടിച്ച് കെട്ടിച്ചു. അതോടെ എല്ലാത്തിൻ്റെയും താളം തെറ്റി. അപ്പോൾ രേവതിക്കൊരു ഷോക്ക് പോലെയായി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട്. പുറത്തു നിന്ന് അവരുടെ അമ്മയും അനിയത്തിയും അതും ഒരു വല്ലാത്ത രീതിയിലാണ് അവർ കേൾക്കുന്നത്. നീ കാരണം ഞാൻ കടക്കാരനായത്. കടത്തിന് മേൽ കടം പെരുകയാ. കാറിൻ്റെ ഡ്യൂ, കാറിൻ്റെ വാടക, എൻ്റെ കാർ പുറത്തിറക്കാനുള്ള കാശ്, കടം വാങ്ങിയവർക്ക് കൊടുക്കാനുള്ളത് എല്ലാം ചേർന്ന് എൻ്റെ കഴുത്ത് ഞെരിഞ്ഞിരിക്കുക. ഈ കാശിനൊക്കെ ഞാൻ എവിടെ പോകണം? നിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തരുമോ, അതോ നീ പൂ കെട്ടി കാശുണ്ടാക്കി തരുമോ? അപ്പോൾ ചന്ദ്ര പറയാണ്, കൊണ്ടുവന്ന് തരുവടാ, ഇവിടെ വീട്ടിൽ നിന്ന് കാശെടുത്ത് കൊണ്ടുവന്ന് തരും. ഇവളുടെ കുടുംബം അമേരിക്കയിൽ വലിയ ബിസിനസ് നടത്തല്ലേ. കാശ് കൊണ്ടുണ്ടാക്കിയ മെത്തയിലാണ് കിടക്കുന്നത്. അവൾ കാശ് തരും. ഇവൾക്ക് നിന്റെ കാശൊക്കെ നിസ്സാരല്ലേ. ഇവള് കാരണം നിനക്കിനി എന്തൊക്കെ വരാനിരിക്കുന്നടാ. കടം കയറി മൂടും നിന്നെ. അങ്ങനെ ഒരുത്തിയാ നിന്റെ തലയിൽ നിന്റെ അച്ഛൻ കെട്ടിവെച്ചിരിക്കുന്നത്. ചന്ദ്രൻ, നീയൊന്നും മിണ്ടാതിരിക്ക്. രേവതിയെ കുറ്റപ്പെടുത്തരുത് എന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അച്ചി, ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് നീ കുട്ടിയെ വിഷമിപ്പിക്കരുത്. ആവശ്യമില്ലാത്തയാണോ അച്ഛാ ഞാനിതൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ വിഷമം എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇവളുടെ പ്രശ്നത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് അവൻ പ്രതികാരം ചെയ്തത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതും ഞാനെങ്ങനെ കടം വീട്ടും? നിന്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടു തരുമോ? നിർത്ത്. കുറേ സമയമായാലോ നിങ്ങളുടെ ഇഷ്ടം പോലെ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. ഇനി എൻ്റെ കുടുംബത്തെക്കുറിച്ച് മിണ്ടിപ്പോകരുത്. നിങ്ങളുടെ അമ്മയ്ക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾക്ക് ചോദിക്കാൻ ആരുമില്ല, അതുകൊണ്ട് എൻ്റെ കുടുംബത്തെപ്പറ്റി എന്തും പറയാമെന്ന്. ആ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട. അമ്മയും മോനും അത് മാറ്റിവെച്ചാൽ മതി. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം മറച്ചു വെച്ചത്. അത് മനസ്സിലാക്കാതെ എന്തിനാ എല്ലാ കുറ്റവും എൻ്റെ തലയിലിടുന്നത്? എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് കടം കയറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. ഞാൻ അന്ന് നിങ്ങളോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഓടിക്കുന്ന വാടകക്കാർ പോലും നിങ്ങൾ ഓടിക്കില്ല, ഡെയിലി കിടക്കുമായിരുന്നു. അത് കേട്ടപ്പോൾ അവൻ്റെ കൈ സ്റ്റെയർ കേസിൽ ആഞ്ഞടിച്ചു. ഇതിൻ്റെ പേരിൽ ഇനി എന്നെ കുറ്റപ്പെടുത്തരുത്. എൻ്റെ കുടുംബത്തെപ്പറ്റിയും പറയരുത്. തെറ്റ് ചെയ്തതും പോരാ, എന്നോട് ഒച്ചത്തിൽ സംസാരിക്കുന്നോ? നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അവൻ കൈ ഓങ്ങി. ആ കയ്യിൽ അച്ഛൻ കയറി പിടിച്ചു. എടാ എന്ന് പറഞ്ഞ്. അപ്പോൾ അവളുടെ അമ്മ പുറത്തു നിന്ന് വന്നിട്ട്, സച്ചി. അപ്പോഴാണ് എല്ലാവരും അവർ രണ്ടുപേരെയും കണ്ടത്. അച്ഛൻ ചോദിക്കാണ്, ഏയ് നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് വന്നത്? ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയാണ്, സച്ചി എന്താ ഇങ്ങനെയൊക്കെ? എന്തിനാ രേവതിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എന്ത് തെറ്റാ അവൾ ചെയ്തത്? തെറ്റ് ചെയ്തത് ഞാനാ. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇവിടെ കഴുത്തിൽ താലി കെട്ടിയില്ലേ, അതാ ഞാൻ ചെയ്ത തെറ്റ്. അന്ന് നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ആ ഗജാനന്ദനെ അടിച്ചില്ലേ, അതിന് പകരം അവൻ എനിക്കിട്ട് നല്ല പണി തന്നു. ദേവുവിനോട് പറയാണ്, എല്ലാം അറിഞ്ഞിട്ടും നീയും എന്നോടെല്ലാം മറച്ചു വെച്ചു അല്ലേ ദേവു? സച്ചേട്ടൻ ദേഷ്യപ്പെട്ട് പറയുമെന്ന് കരുതിയിട്ട് നീയും അതല്ലേ പറയുള്ളൂ. കുടുംബത്തിൽ എല്ലാവരും ഇവളെപ്പോൾ തന്നെയാണല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഏട്ടൻ എന്തിനാ ദേവുവിനോട് കയർക്കുന്നേ? അപ്പോൾ സച്ചി, മിണ്ടരുത് നീ. എല്ലാവരും ഒറ്റക്കെട്ടാ. സച്ചി, നടന്നതൊക്കെ ദേവു എന്നോട് പറഞ്ഞിരുന്നു. എന്തെങ്കിലും തെറ്റ് എൻ്റെ മോളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ ക്ഷമിക്കണം. എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. അപ്പോൾ രേവതി പാഞ്ഞു പോയിട്ട് പറയാണ്, അമ്മേ അമ്മേ. കൈകൂപ്പിയ കൈ അവൾ തട്ടിമാറ്റി. എന്തിനാ തൊഴുത് ക്ഷമ ചോദിക്കുന്നേ? അതിൻ്റെ ഒരാവശ്യവും ഇല്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ സച്ചി, കണ്ടില്ലേ ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ നിങ്ങൾ? രേവതി, നീ ഒന്നും മിണ്ടാതിരിക്ക്. അമ്മേ. സച്ചി, ക്ഷമിക്കും മോനെ, ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ കഴിഞ്ഞത് കഴിഞ്ഞു, അത് മറന്നേക്ക്.
ആടിമാസം പിറന്നല്ലോ, അതുകൊണ്ട് നിങ്ങളെ കണ്ട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. സച്ചി അപ്പോൾ ആടിമാസം, ഞാനിപ്പം നിങ്ങളുടെ മകൾ കാരണം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾ ഇവളെയും കൂട്ടിയിട്ട് പോയിക്കോ, അവളെ അവിടെ താമസിക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് നല്ല സന്തോഷവും ചിരിയും വരികയാണ്. അപ്പോൾ അമ്മ പറയാണ്, ദേവുവിൻ്റെ അമ്മ പറയാണ്, മോനെ സച്ചി, നിങ്ങൾ എന്നോടൊന്നും പറയണ്ട, നിങ്ങൾ ഇവളെയും വിളിച്ചുകൊണ്ട് പോ. അതും പറഞ്ഞ് പോകാനൊരുങ്ങിയ സച്ചി അച്ഛൻ തടുത്തുകൊണ്ട് പറയാണ്, സച്ചി, വീട്ടിൽ വന്ന ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? സച്ചി, എടാ എവിടെ പോകുന്നു നീ? അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് അച്ഛനോട് പറയാണ്, അച്ഛാ, ഏട്ടൻ പോയിട്ട് വരട്ടെ, ദേഷ്യം മാറുമ്പോൾ വന്നോളൂ. ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. അപ്പോൾ ചന്ദ്ര പറയാണ്, കണ്ടല്ലോ, നിൻ്റെ മോള് കുടുംബത്തിൽ കയറി വന്നതിൻ്റെ അഹങ്കാരം കണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ വിളിക്കാണ്, ചന്ദ്രേ മതി, രേവതി മോള് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്, ലക്ഷ്മി ഇങ്ങോട്ട് വന്നേ. അച്ഛൻ്റെ കൂടെ അപ്പോൾ അമ്മയും പോയി, ദേവുവും പോയി. അപ്പോൾ ശ്രീകാന്ത് അകത്തേക്ക് പോയി. അപ്പോൾ ബാക്കിയുള്ളത് ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ഈ സച്ചിയെ മനസ്സിലാവുന്നില്ലല്ലോ അമ്മേ. അന്ന് രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, ഇപ്പോൾ വെറുപ്പോടെ സംസാരിക്കുന്നു. അവൻ അങ്ങനെയാ, അതാ അവൻ്റെ സ്വഭാവം. ഇങ്ങനെ ഒരുത്തനെ കിട്ടിയിട്ട് തന്നെ അവളാടുന്ന ആട്ടം കണ്ടില്ലേ? ശ്രുതിയെപ്പോലെ ഒരുത്തനെ കിട്ടിയിരുന്നെങ്കിൽ ഇവള് പിടിച്ചെടുത്ത് നിൽക്കുമോ? അതാ പറഞ്ഞത്, ദൈവം എല്ലാം അളന്ന് അറിഞ്ഞേ കൊടുക്കുമെന്ന്. അമ്മയുടെ സംസാരം കേട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് രണ്ടുപേരും മുകളിലേക്ക് പോയി. പക്ഷേ രേവതി ചന്ദ്രയുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രുതി പറയാണ് ശ്രുതിയോട്, എന്തൊരു ദേഷ്യ സച്ചിക്ക്. സച്ചി രേവതിയോട് പെരുമാറുന്നത് പോലെ ശ്രുതി എന്നോട് പെരുമാറുമോ? ഏയ്, ഞാനെന്താ അവനെ പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവനാ? എൻ്റെ ചെല്ലക്കുട്ടിയോട് ഞാൻ ദേഷ്യപ്പെടുകയേയില്ല. താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തോടെ അവൻ്റെ ഷോളിലേക്ക് വീണു. അത് മാത്രമല്ല ശ്രുതി, അവൻ്റെ ഭാര്യയെപ്പോലെ നീ എന്നോട് ഒന്നും മറച്ചു പിടിക്കുന്നില്ലല്ലോ. നമുക്കിടയിൽ സീക്രട്സ് ഒന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ ഞാൻ നിന്നോട് വഴക്കടിക്കുന്നത്? പിന്നെ അച്ഛൻ ലക്ഷ്മിയോട് പറയാണ്, എന്ത് പറയാനാ ലക്ഷ്മി, ഇതൊന്നും ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ക്ഷമിക്കരുത്. അടുത്ത കാലത്തായി സച്ചിയും രേവതിയും എത്രമാത്രം സ്നേഹത്തിലായിരുന്നു രവിയേട്ടാ. അത് കണ്ടപ്പോൾ സന്തോഷിച്ചു. ഇനിയിപ്പോൾ വീണ്ടും പഴയ പടിയായി. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. പേടിക്കാനൊന്നുമില്ല ലക്ഷ്മി, അവൻ അങ്ങനെയാ, കുറച്ച് മുൻകോപക്കാരനാ. അവന് ദേഷ്യം വന്നാൽ പിന്നെ മുന്നും പിന്നൊന്നും ആലോചിക്കാറില്ല. അപ്പോഴാണ് രേവതി അവിടേക്ക് ചായയും കൊണ്ട് വന്നത്. അപ്പോൾ രവി ഒരു ചായ എടുത്തതിന് ശേഷം പറയാണ്, രേവതിയുടെ അമ്മയോടും ചായ എടുക്കാൻ വേണ്ടി പറയാണ്. ഒന്നും വേണ്ട രവിയേട്ടാ, കുടിക്കുന്നേ. അല്ല, എവിടെയാ ദേവു? ദേവു വന്ന് ചായ കുടിക്കേ. ദാ വരുന്നു. ആടിമാസം പിറന്നല്ലോ. ആടിമാസത്തിൽ പെൺകുട്ടികൾ അമ്മയുടെ വീട്ടിൽ താമസിക്കണം എന്നാണല്ലോ. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. അപ്പോഴേക്കും ചന്ദ്ര അവിടെ എത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, അതൊക്കെ വേണോ? ഇപ്പം അങ്ങനെയുള്ള ചടങ്ങൊക്കെ കുറവല്ലേ, നാട്ടു നടപ്പ് തെറ്റിക്കരുതല്ലോ. അപ്പോൾ ചന്ദ്ര മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവള് പോയാൽ ഈ മാസം മുഴുവനും അടുക്കള ജോലി ഞാൻ ചെയ്യേണ്ടി വരും. രേവതിയുടെ അമ്മ ചന്ദ്രയുടെ അടുത്ത് പോയിട്ട് പറയാണ്, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സച്ചിയോട് ആലോചിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ രേവതി പറയാണ്, എന്താലോചിക്കാനാ അമ്മേ? കൂട്ടിക്കൊണ്ടു പോ, അവിടെ തന്നെ താമസിക്കാനല്ലേ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഞാനിപ്പോൾ ഒരു ശല്യമാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, അതേ, ആടിയും കൂടിയൊന്നുമില്ല, ഇവളെങ്ങോട്ടേക്കും വരുന്നില്ല. കല്യാണം കഴിഞ്ഞ പെണ്ണ് ആടിമാസത്തിൽ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല, അമ്മ വീട്ടിൽ ചെന്ന് നിൽക്കണം. ഇതൊക്കെ പഴയ ആചാരങ്ങളാ. ഇപ്പോഴത്തെ പെൺപിള്ളേർ അങ്ങനെയൊക്കെ ചെയ്യാറില്ല. അല്ല, നാട്ടു നടപ്പ്? എന്ത് നാട്ടു നടപ്പ്? ഒരു നാട്ടു നടപ്പും ഇല്ല. ഈ കാര്യത്തെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട, ചായ കുടിച്ചിട്ട് പോകാൻ നോക്ക്. എൻ്റെ അനുവാദം ഇല്ലാതെ ഇവളെയും കൂട്ടി പോയാൽ പിന്നെ ഈ വീട്ടിൽ ഞാൻ അവളെ കയറ്റില്ല. രേവതിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, ജീവിതകാലം മുഴുവൻ അമ്മ വീട്ടിൽ കഴിയേണ്ടി വരും. അപ്പം രവിയോട് അവളുടെ അമ്മ പറയാണ്, ഇവളെ ഇവിടുന്ന് ഓടിക്കാൻ നോക്കുന്ന ആളാണല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഇതിൻ്റെ പേരിൽ ഇനി വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. ആടിമാസത്തിൽ രേവതി ഇവിടെ തന്നെ നിൽക്കട്ടെ ലക്ഷ്മി, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ശ്രീകാന്ത് ദേവുവോട് പറയാണ്, സോറി ദേവു, സച്ചേട്ടൻ നിന്നോട് പോലും കയർത്ത് സംസാരിച്ചു. അതൊന്നും സാരമില്ല ശ്രീകാന്ത്, എൻ്റെ ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്? എന്തൊക്കെയാ സച്ചേട്ടൻ പറയുന്നേ? അടിക്കാൻ വരെ നോക്കിയില്ലേ? ഏയ്, അടിക്കാനായിട്ട് കൈ ഓങ്ങിയതാ, ഏട്ടൻ അടിക്കൊന്നുമില്ല. ഏട്ടത്തി എന്നല്ല, ഒരു പെണ്ണിനെയും ഏട്ടൻ അടിക്കില്ല. അപ്പോഴാണ് ചന്ദ്രയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ശ്രീകാന്തും ദേവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചന്ദ്ര കണ്ടപ്പോൾ തന്നെ വിളിച്ചു, ശ്രീകാന്ത് ഇവിടെ വാ. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ? ജോലിയില്ലേ? ചെല്ല്.
ഞാൻ പോവാനിരിക്കുക അമ്മേ. അമ്മ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? പെട്ടെന്ന് പോ, ചെല്ല്. ദേവു, ഞാൻ വരാം. നീ ചെന്ന് ഏട്ടത്തിയെ സമാധാനിപ്പിക്ക്. വിഷമിക്കരുത് എന്ന് പറയും. ശരി. ശാന്ത പോയി കഴിഞ്ഞപ്പോൾ ദേവു അതിൻ്റെ പിന്നാലെ പോകാനൊരുങ്ങുകയാണ്. അപ്പോൾ ചന്ദ്ര പിടിച്ചു വെച്ചിട്ട് പറയാണ്, എടി, നിൻ്റെ ഈ ഇടയ്ക്കിടെയുള്ള വരവുണ്ടല്ലോ, അതിനി വേണ്ട. നോക്കി പേടിപ്പിക്കല്ലേ. അങ്ങനെ പേടിക്കുന്നവളല്ല ഈ ചന്ദ്ര. നിൻ്റെ ആടിക്കളി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആടിക്കളിക്കാൻ ഞാനെന്താ മദ്യവെച്ചിട്ടുണ്ടോ? ഈ രേവതി അടുക്കളയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ചേച്ചി പറഞ്ഞ വാക്കുകളാണ് ആ സമയത്ത് ഓർക്കുന്നത്. എല്ലാത്തിനും കാരണം നീയാ. നീ ഒറ്റ ഒരുത്തിയാ. നീ കാരണമാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്. എന്നെ കടക്കാരനാക്കിയില്ലേ നീ? മര്യാദയ്ക്ക് കാറോടിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞവനായിരുന്നു ഞാൻ. എല്ലാവരും കൂടി ചേർന്ന് എന്നെ പിടിച്ച് കെട്ടിച്ചു. അതോടെ എല്ലാത്തിനെയും താളം തെറ്റി. എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ ഇവിടെ വിളിച്ചു കൊണ്ടുപോ. അപ്പോഴാണ് ദേവു അവിടേക്ക് എത്തിയത്. ചേച്ചി എന്ന് വിളിച്ചിട്ട് അവൾ വരുമ്പോൾ കരയുകയാണ് രേവതി. അവളെ കണ്ടപ്പോൾ അവളെയും കെട്ടിപ്പിടിച്ച് കരയാണ്. കരയണ്ട ചേച്ചി. അപ്പോഴേക്കും അവരുടെ അമ്മയും അവിടെ എത്തി. അമ്മയ്ക്കും സങ്കടം അടക്കാനായില്ല. പിന്നെ അവർ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയാണ്, രേവതി അവിടെ സന്തോഷത്തോടെ കഴിയുന്നു എന്നാണ് കരുതിയത്. അവളുടെ ഭർത്താവ് അവളെ നല്ലോണം നോക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു നമ്മുടെ മോള് എങ്ങനെയാണ് അവിടെ കഴിയുന്നതെന്ന്. രേവതിയുടെ കണ്ണിൽ നിന്നും ഒരിക്കലും കണ്ണുനീർ വരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. അപ്പോഴേക്കും രേവതിയും ദേവുവും അവളുടെ ആങ്ങളെയും എല്ലാം കാണുന്നുണ്ടായിരുന്നു. നമ്മൾ എന്ത് കഷ്ടതയിൽ കഴിഞ്ഞാലും നമ്മുടെ മക്കളെ വിഷമിപ്പിക്കരുത് എന്ന് നിങ്ങൾ എന്നും പറയാറില്ലേ? ജീവൻ പോകുമ്പോഴും നിങ്ങൾ അവസാനമായി ഉരുവിട്ടത് രേവതിയുടെ പേരാ. അവളുടെ ജീവിതം എങ്ങനെയാകും എന്നുള്ള ആദ്യമായിരുന്നു നിങ്ങൾക്ക്. നമ്മളെ കുഞ്ഞിന് കരയാനാണല്ലോ വിധി. ദേവുവും അവളുടെ സഹോദരനും അടുത്തോട്ട് പോയിട്ട് അമ്മേ എന്ന് വിളിച്ചു. അപ്പോൾ അമ്മ പറയാണ്, സച്ചി മാറി. അവൻ രേവതിയെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതിയത്. തെറ്റിപ്പോയല്ലോ മക്കളെ. ഇന്ന് കല്യാണ ദിവസം ചേച്ചിക്ക് വേണ്ടിയിട്ട് അവരുടെ അമ്മയുടെ മുമ്പിൽ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. എന്ത് പറ്റി സച്ചിയേട്ടന്? അന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു ചേച്ചി. അമ്മയും നല്ലതുപോലെ കരയാണ്. അപ്പോൾ ദേവു പറയാണ്, കരയല്ലേ അമ്മേ. അവൾക്ക് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ഭാഗത്ത് സച്ചി, മറുഭാഗത്ത് അവൻ്റെ അമ്മ. പാവം എൻ്റെ മോള്. ഒരുപക്ഷെ ചേച്ചി അന്ന് ഈ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ സച്ചിയേട്ടൻ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. സത്യം പറഞ്ഞിരുന്നെങ്കിൽ ആ ഗജാനന്ദനെ ഇപ്പോൾ കൊന്നിട്ടുണ്ടാവും സച്ചിയേട്ടൻ. സച്ചിയേട്ടൻ ഇപ്പോൾ ജയിലിലും കിടക്കുന്നുണ്ടാവും. സച്ചിയേട്ടനുള്ള സ്നേഹം കാരണം ചേച്ചി അന്ന് ഒന്നും പറയാതിരുന്നത്. പക്ഷേ സച്ചിയേട്ടൻ അത് മനസ്സിലായില്ല. നമ്മൾ വരുമ്പോൾ ചേച്ചി ഇങ്ങോട്ട് കൂടണമായിരുന്നു. അവൾ വരുമെന്ന് തോന്നിയിരുന്നോ നിനക്ക്? എത്ര കിട്ടിയാലും അവൾ അവനെ വിട്ട് വരില്ല. അപ്പോൾ അവളുടെ സഹോദരൻ പറയാണ്, നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല സച്ചിയേട്ടൻ. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. മുൻകോപക്കാരനാണ്. ദേഷ്യം വന്നാൽ പിന്നെ മുന്നും പിന്നും നോക്കുകയില്ല. അത് മാത്രമാണ് സച്ചിയേട്ടൻ്റെ കുഴപ്പം. അപ്പോഴത്തെ ദേഷ്യത്തിന് സച്ചിയേട്ടൻ ചേച്ചിയോട് അങ്ങനെയൊക്കെ പെരുമാറിയതായിരിക്കാം. അമ്മ വിഷമിക്കാതിരിക്കുക. സച്ചിയേട്ടൻ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ട്. അയാൾ ചേച്ചിയെ നന്നായി നോക്കിക്കോളും, അതെനിക്ക് ഉറപ്പാണ്. 1-2 ദിവസം കഴിയുമ്പോൾ അയാൾ പഴയതുപോലെയാവും. അല്ലെങ്കിൽ അമ്മ കണ്ടോ? എനിക്ക് തോന്നുന്നില്ല മോനെ. വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അമ്മ വീട്ടിൽ ചെന്ന് നോക്ക്. അപ്പം കാണാം. എല്ലാത്തിനും കാരണം ആ ഗജാനന്ദനാ. എത്ര കിട്ടിയിട്ടും അവൻ പഠിക്കുന്നില്ലല്ലോ. സങ്കടം സഹിക്കവയ്യാതെ ദേവുവും അമ്മയും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.